ദേശീയ ഫുട്ബോളിൽ ഏറ്റവും മികച്ചവരാണ് ഇവരെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. 5 തവണ ലോകം വിജയിച്ചവരാണ്. ഓരോ കാലത്തും പുതിയ പുതിയ ഇതിഹാസങ്ങൾ കടന്നു വരുന്ന മണ്ണ്. ഫുട്ബോൾ എന്ന ഗെയിമിനുമപ്പുറം അത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരുടെ നാട്. ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള എല്ലാ വേദികളിലും സാന്നിധ്യമറിയിച്ച ബ്രസീലിനോളം ഐതിഹാസികത തീർത്ത മറ്റൊരു രാജ്യമുണ്ടോ എന്നതും സംശയമാണ്. പറയാൻ പലതുണ്ടെങ്കിലും സമീപകാല ഫുട്ബോളിൽ ബ്രസീലിനെ സംബന്ധിച്ച് ഇതവർക്കൊരു നല്ല കാലമാണോ എന്നത് പറയാൻ സാധിക്കില്ല. തുടർ പരാജയങ്ങളും വിജയിക്കാൻ പാടുപെടുന്നതും കാണുമ്പോൾ പഴയകാല കാനറിപ്പടയെ ഓർത്തെടുത്തു പോവുകയാണ്. വിജയങ്ങൾക്ക് മാത്രം വേണ്ടി കളിച്ചിരുന്നൊരു സംഘം ഇന്ന് മറ്റെന്തിനോ വേണ്ടി പന്ത് തട്ടുന്നത് കാണുമ്പോൾ ഉള്ളിൽ നിരാശ ഏറെയാണ്. അർജന്റീനയ്ക്കെതിരെ എണ്ണം പറഞ്ഞ 4 ഗോളിന് പരാജയം ഉറപ്പിക്കുമ്പോൾ ആൽബിസ് സെലസ്റ്റകൾ കടന്നാക്രമിച്ചതെല്ലാം ബ്രസീൽ തുറന്നു നൽകിയ അവസരങ്ങളിലൂടെയായിരുന്നു. ഡിഫൻസിലെ പിഴവുകൾ കൃത്യമായി അർജന്റീന മുതലെടുത്തപ്പോൾ വിനിയും റാഫിനെയും നയിക്കുന്ന ലോകോത്തര മുന്നേറ്റ നിരക്കാർക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. എങ്ങനെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ ഡിഫൻസ് ചെയ്യണമെന്ന് അർജന്റീന മത്സരത്തിൽ കൃത്യമായി കാണിച്ചു തന്നു. താരങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കാത്ത കാലത്തോളം ബ്രസീൽ ടീം എന്നും ഇങ്ങനെ തന്നെയായിരിക്കുമെന്നുറപ്പാണ്. നെയ്മർ ജൂനിയറിന്റെ അഭാവമാണ് ബ്രസീൽ ടീമിലെ ഈ അവസ്ഥക്ക് കാരണമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ദീർഘകാലം ഒരു താരത്തെ മാത്രം ആശ്രയിച്ച് ടീം മുന്നോട്ടു പോകൽ ബ്രസീലിന് വലിയ ദോഷം ചെയ്യുമെന്നുറപ്പാണ്. ആയതിനാൽ മികച്ചൊരു മാനേജറുടെ കടന്നുവരവും മികച്ച ടീമിനെ വാർത്തെടുക്കലും ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യലുമെല്ലാം ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അർജന്റീനക്കെതിരെയുള്ള നാണംകെട്ട തോൽവിയോടെ ഡൊറിവൽ ജൂനിയറിന്റെ കസേര തെറിക്കുകയുണ്ടായി. ഇനി ആ സ്ഥാനത്തേക്ക് ആര് കടന്നു വരുമെന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബ്രസീലിനെ പോലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ചവരെ പരിശീലിപ്പിക്കൽ എളുപ്പമുള്ള ഒന്നല്ല. ആയതിനാൽ എക്സ്പീരിയൻസ് മാനേജർ തന്നെയായിരിക്കും ബ്രസീൽ നിയമിക്കാൻ പോവുക. റൂമറുകളിൽ ഡോൺ കാർലോ ഇടം പിടിക്കുമ്പോൾ അൽ ഹിലാലിന്റെ പോർച്ചുഗീസ് മാനേജർ ജീസസ് വരാനും സാധ്യതയേറെ. ഏറെ ഉത്തരവാദിത്വം നിറഞ്ഞ ബ്രസീലിന്റെ അമരത്തേക്ക് കടന്നു വരുന്നത് ആര് തന്നെയായാലും കാനറിപ്പടയെ മാറ്റിയെടുത്തേ പറ്റൂ. ദേശീയ ഫുട്ബോളിലെ ഏറ്റവും മികച്ചവർ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം കണ്ടേ മതിയാകൂ.